മാന്യ സുഹൃത്തുക്കളെ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിൻ്റെ ആവിർഭാവമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ആദ്യമുയർന്ന രണഭേരിയുടെ ആരംഭം സഹൃദയ സമക്ഷം സമർപ്പിച്ച ഞാൻ തുടർന്നുള്ള സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. ഫക്ഷരപുരിൽ ബിസ്മില്ലാ അരിമ കലൈക്കുത്ത് ബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാ അളകുറ്റല കുരി ബിസ്മില്ലാ അഹിദത്തിലെ അലിഫ് അലിഫിൽ മഗമിയം അലിഫ് അക്ഷരപുരിൽ ബിസ്മില്ലാ അരിമ കലൈക്കുത്ത് ബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാ അളകുറ്റല കുരി ബിസ്മില്ലാ അക്ഷരപുരിൽ ബിസ്മില്ലാ അരിമ കലൈക്കുത്ത് ബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാ അളകുറ്റല കുരി ബിസ്മില്ലാ ജ്യോതി പ്രഭയുള്ള വളരും മെസലത്തുന്നൽ ജോഗസലമല റസൂലില്ല ജ്യോതി പ്രഭയുള്ള വളരും മെസലത്തുന്നൽ ജോഗസലമല റസൂലില്ല സൂറത്തെളിയുൽ അസ്മികൾ റുസുലിലെ തൂയ പതി ത്വഹ നബിയുള്ള സൂറത്തെളിയുൽ അസ്മികൾ റുസുലിലെ തൂയ പതി ത്വഹ നബിയുള്ള അഹിദത്തിലെ അലിഫ് അലിഫിൽ മഗമിയം അലിഫ് അക്ഷരപുരിൽ ബിസ്മില്ലാ അരിമ കലൈക്കുത്ത് ബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാ അളകുറ്റല കുരി ബിസ്മില്ലാ. അതെ, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നടന്ന പ്രഥമ യുദ്ധം അതിന്റെ സകല വീറോടും കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇത്തരുണത്തിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ച സമുന്നതരായ സഹാബാക്കളിൽ ഒരാളെ നമുക്കൊന്ന് സ്മരിക്കാം. ആ സംഭവത്തെക്കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലപ്പുഴയിലെ മാപ്പിളക്കവിയായ എം എ റസാഖ് ഇങ്ങനെ പാടുന്നു. അല്ലാമാവൾ തന്റെ ബീരിൽ ബീലാലെന്നോർ ആവേശത്തോടെ പുകിന്തേതാലെ ഉമയ്യ അവരെ മർദിച്ചു അവശനാക്കി. അല്ലാമാവൾ തന്റെ ദീനിൽ ബീലാലെന്നോർ ആവേശത്തോടെ പുകിന്തേതാലെ ഉമയ്യ അവരെ മർദിച്ചു അവശനാക്കി. മല്ലനാമീരം ഉമയ്യത്തെ കോപിച്ചു മണ്ടൻ മുഹമ്മദിന്റെ ഒപ്പം ചേർന്നു നിന്നെ മണ്ണിൽ പൂഴിച്ച് മൂടും ഞാൻ കേട്ടോ. ബില്ലൻഡാടീമ ബിലാലൂരിയാടില്ല വീരൻ നീരിട്ട് മുറിയിലടച്ചു അവരെ വിരിമാറിൽ കൊടിടിച്ചു ഏറെ തെല്ലും ഭായ മഞ്ഞെ ക്രൂരന്നൂമയ്യത്ത് ചുട്ടേ പാഴുത്തെ മണ്ണിൽ കിടത്തി അവരെ ചാട്ടവാർ കൊണ്ട് തല്ലിച്ചതേ.
ഇത്യോപ്യ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന അബിസീനിയയിൽ ജനിച്ച കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ കഥാപുരുഷൻ. മനുഷ്യനെ മൃഗതുല്യം കരുതിയിരുന്ന അക്കാലത്തെ ഒരു അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ വിശ്വസിച്ച അദ്ദേഹം സദാ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു മന്ത്രമുണ്ടായിരുന്നു. അതത്രേ അല്ലാഹു അഹദ്. ഈ മന്ത്രം അദ്ദേഹത്തിന്റെ യജമാനായ ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ കോപാന്തനാക്കി തീർത്തു. ഫലം, അതിക്രൂരമായ മർദ്ദനമുറകൾ ബിലാലിന് നേരെ അഴിച്ചുവിടുകപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ അവർ പായയിൽ ചുരുട്ടിക്കെട്ടി തല്ലിച്ചതച്ചു. ചുട്ടു പഴുത്ത മരുഭൂമിയിൽ മലർത്തി കിടത്തി വൻ ഭാരം നെഞ്ചിൽ കയറ്റിവെച്ചു. വായു കടക്കാത്ത അന്ധകാര നിബിഡമായ മുറിയിൽ ബന്ധിച്ചിട്ടു. ചാട്ടവാറുകൊണ്ട് അടിച്ച് ശരീരം മുഴുവൻ കീറി മുറിച്ചു. അപ്പോഴൊക്കെ അവർ ഉപദേശിച്ചുകൊണ്ടിരുന്നു, നിന്റെ പുതിയ മതം ഉപേക്ഷിക്കൂ. നമ്മുടെ പാരമ്പര്യ ദൈവങ്ങളായ ലാത്ത ഉസയെയും ആരാധിക്കാമെന്ന് സമ്മതിക്കുക, എങ്കിൽ നീ രക്ഷപ്പെട്ടു. പക്ഷേ മേനിയിൽ നിന്നും രക്തം വാർന്നൊഴുകുമ്പോഴും ശ്വാസം മുട്ടി കൈകാലുകൾ ഇട്ട് അടിക്കുമ്പോഴും ബിലാലിന്റെ നാവിൽ നിന്നും ഉയർന്നിരുന്ന ശബ്ദം ഒന്നു മാത്രമായിരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. ഇത്തരത്തിൽ അതിദൃഢമായ വിശ്വാസത്തിനുടമകളായ സഹാബികൾ തിരുമേനിക്ക് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ഖുറൈശി പ്രധാനികൾ ഇളകി മറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കൂട്ടർക്കുമെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തുകയും നബിയുടെയും മറ്റും ജീവിതം വളരെ ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്തു. ഈ നിലയിൽ നബിയും സഹാബികളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുകയും മദീന നിവാസികളുടെ സഹായ സഹകരണങ്ങളോടെ ദീനീ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. തിരുനബിയാം മദീനയിൽ വന്നു അഹദവൻ വചനം ജനങ്ങളെ ഉണർത്തി. തിരുവചനം മദനിയരുള്ളിൽ ആഞ്ഞു പതിച്ചന്നേ. കരുണയൂറും മലർ നബി ത്വാഹ അനുചരന്മാരെയും വകവരുത്തിയിടുവാൻ കലികുലരായ ഖുറൈശികൾ ഒരുങ്ങി മദീനയെ നോക്കിയിടുന്നേ. അങ്ങനെ ആകെ വിളറിപ്പൂണ്ട ഖുറൈശികൾ മദീനയെ ആക്രമിക്കുവാനും നബിയെയും മറ്റും വകവരുത്തുവാനും തീരുമാനിച്ചു. അവരുടെ പ്രവർത്തനം ഒടുവിൽ ബദർ യുദ്ധത്തിന് ആരംഭം കുറിക്കുകയുണ്ടായി. തുടക്കത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങിയ 3 ഖുറൈശികൾ വധിക്കപ്പെടുകയും ഖുറൈശ് പട പകരം വീട്ടാനായി രണാങ്കണത്തിലേക്ക് കുതിക്കുകയും ചെയ്തത് നാം നേരത്തെ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അനന്തര സംഭവങ്ങളിലേക്ക് കടക്കാം. പടയാളികളിൽ പരാക്രമികളായ 3 പേരുടെ പതനം അബൂജഹലിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു. സ്വന്തം അണികളിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾ ആക്രോശിച്ചു, നിങ്ങളിത് കാണുന്നില്ലേ? എല്ലാത്തരം മര്യാദകളും അതിലംഘിച്ചുകൊണ്ടുള്ള അവരുടെ യുദ്ധമുറ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്നിട്ടും മടങ്ങി നിൽക്കുകയാണോ? നിങ്ങളുടെ വീരപരാക്രമങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഇത് തന്നെ. കുതിച്ചിറങ്ങൂ. ശത്രു സൈന്യത്തിന്റെ ശിരസുകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തു. മുഹമ്മദിനെ പിടിച്ച് നേട്ടമുണ്ടാക്കുന്നത് ആരെന്ന് നമുക്കറിയണം. നേതാവിന്റെ ശബ്ദം അണികളിൽ പെട്ടെന്ന് വീര്യം പകർന്നു. അവർക്കിടയിൽ നിന്ന് അശ്വാരൂഢനായ ഒരു യുവാവ് മുന്നോട്ട് കുതിച്ചു. ബന്ദാരങ്കിരി ബരി നടുപോർ കളത്തിൽ പോടാ
തുറയിലധികമേ തടവിനു ബിലമുടയോ. കന്താലച്ചുടരിസിലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കഅബ തണ്ടി സെമീനെ സകലോർ കളവിളി പതർവടനാർ. കന്താലച്ചുടരിസിലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കഅബ തണ്ടി സെമീനെ സകലോർ കളവിളി പതർവടനാർ. ഇരു സൈന്യങ്ങളുടെയും മധ്യേ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അയാൾ പല വിക്രിയകളും കാണിക്കുവാൻ തുടങ്ങി. ഒപ്പം വെല്ലുവിളികളും. ആരുണ്ടടാ എന്നെ നേരിടുവാൻ? ധൈര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ. പ്രതികരണം ഉടനുണ്ടാകാതെ വന്നപ്പോൾ ആ മനുഷ്യൻ നബി തിരുമേനിയെ ഭത്സിക്കുവാൻ ആരംഭിച്ചു. അത് കേട്ടപ്പോൾ നബിയുടെ സമീപം നിന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷോഭ്യനായി തീർന്നു. അദ്ദേഹത്തിന്റെ പുത്രനായ അബ്ദുൽ കഅബ് ആയിരുന്നു ആ യുവാവ്. പിന്നീട് കഅബ് ഇസ്ലാമാവുകയും അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഊരിപ്പിടിച്ച വാളുമായി മകനെ നേരിടുവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്നദ്ധനായി. അപ്പോൾ எழுந்து சித்தி குளர்ந்த சமயம் ஓமான திருநபி அவரை கரம்பிடி செய்தாருளாய். உரகேட்ட பொழுதது கலபால் எழுந்து சித்தி குளர்ந்த சமயம் ஓமான திருநபி அவரை கரம்பிடி ചെയ്താരുளாய். നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖിനെ തടഞ്ഞു. അരുത്, അവിവേകം കാണിക്കരുത്. അദ്ദേഹം ശാന്തനായി തുടർന്നു. നോക്കൂ, ഇരു നയനങ്ങളിൽ ഒന്നിനെ എന്ന വണ്ണം ഞാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. പെട്ടെന്നുണ്ടായ കോപത്താൽ അന്ധനായി തീരരുതേ. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ അരുൾ പുറപ്പെടുകയായി. സത്യവിശ്വാസികളെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ റസൂൽ വിളിച്ചാൽ അള്ളാഹുവിനും റസൂലിനും വേണ്ടി നിങ്ങൾ അനുസരിക്കുകയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തനായി നിലകൊണ്ടു. മകൻ എതിർപക്ഷത്തേക്ക് മടങ്ങുകയും ചെയ്തു. അനന്തരം നബി തിരുമേനി അണികളെ സമീപിച്ച് യുദ്ധമുറകൾ വിവരിക്കുകയായി. ഈ യുദ്ധം നാം വിളിച്ചു വരുത്തിയതല്ല. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ നമ്മെ സമീപിക്കുമ്പോൾ അവരോട് നല്ല വാക്ക് പറഞ്ഞു നോക്കുക. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടാൽ മാത്രം അമ്പെടുത്ത് എതിർക്കുക. അധികം അകലെ നിന്നുകൊണ്ട് അമ്പ് വിട്ടാൽ അത് പാഴാകുകയുള്ളൂ. ഇവിടെ നല്ല സൂക്ഷ്മത പുലർത്തണം. ശത്രുക്കൾ അഭിമുഖീകരിക്കുമ്പോൾ മാത്രം ഉറയിൽ നിന്നും വാൾ ഊരിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെന്റിനുള്ളിലേക്ക് കടന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ടെന്റിന് കാവൽ നിൽക്കുകയും ചെയ്തു. പോർക്കളത്തിൽ ഇരുപക്ഷവും ഏറ്റുമുട്ടിക്കഴിഞ്ഞു. ന്യൂനപക്ഷ മുസ്ലിങ്ങളും ഭൂരിപക്ഷ ഖുറൈശികളും. അത്യുഗ്രമായ പോരാട്ടം. അസ്വസ്ഥനായ നബി തിരുമേനി കൂടെ ടെന്റിന് വാതിക്കലെത്തി യുദ്ധരംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നു. എണ്ണത്തിൽ കുറഞ്ഞ തന്റെ അനുയായികളുടെ ബന്ധപ്പാടുകൾ അദ്ദേഹത്തെ വ്യാകുലനാക്കി. ഉടൻ തന്നെ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുകയും ഇരു കരമുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. ചെയ്യും നീറയോനെ ഔരങ്ങൾ വാഴ്ത ചെയ്തറിവിത്തോനെ മെയ്യെ അവനിയിൽ ഹുദാദൽ ഇറക്കിയോനെ നേരോടെ ഊനക്കുള്ളേ കഹൻ കീഴിൽ നീനക്കായി നിയമങ്ങൾ ഏടെ പോരെ അധികം കാത്ത് മെയ്യെ നിറവേറ്റി നുസിരത്തും ചൊരിക്കോനെ പോരെ അഹലക്കിൽ ഫൽഹഖും എനും ബാത്തിൽ ബൈനഹുമാമയെ ഫർഖൻ ദഅവത്തിൻ മുജിബായോരേ. സർവശക്തനായ അല്ലാഹു, നിന്റെ നിശ്ചയമന്യേ ഒന്നും നടക്കാറില്ല. നിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ പരാജയപ്പെട്ടാൽ നിന്റെ ആജ്ഞകൾ അനുസരിക്കുവാനും നിന്നെ നമിക്കുവാനും ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട്
നീ എനിക്ക് നൽകിയ വാഗ്ദാനം ഉടൻ നിറവേറ്റിയാലും. നബി തിരുമേനിയുടെ ദ്വാ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിനിടെ അദ്ദേഹത്തിന്റെ ചുമലിൽ തൂങ്ങിയിരുന്ന പുതപ്പ് താഴെ വീണു. പെട്ടെന്ന് അത് കുനിഞ്ഞെടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ പുതപ്പിച്ചുകൊണ്ട് പറയുകയായി, യാ റസൂലുള്ളാഹ്, അങ്ങയുടെ ദ്വാ വേണ്ടുവോളമായി. തീർച്ചയായും അള്ളാഹുവിന്റെ പൂർണ്ണ സഹായം നമുക്കുണ്ടാകും. ഈ സമയം മറുഭാഗത്ത് ഒരു സംഭവം നടക്കുകയായിരുന്നു. ചേർന്നീട്ടരികരികൾ ബിനാ ചെയ്യും ചതീതാലെ ചേത കൂപരി പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ താകുന്നിട മതി ചെവിപ്പടയും കണ്ടിടെ കുറെ ഭൗസുകൾ വരിച്ചുടിയും ഉണ്ടവർകളിൽ പലതര കൊടിയും ചെമ്മേ ഒരു ദൂര അതിയിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിയിലുണ്ടേ. തേർദിങ്കടിത്തപ്പോൾ ശുജാഅത്ത് മാശിഖുറാം ധീരൻ സൂറാഖത്ത് ഇബ്നെ മാലിക്കാം അവന്തൻ തിരുടനം ജഹലുടെ കരമ പിടിത്ത് തിരുമകനുടെ കരിമുകലായിനൂത്ത് പൊരുതലിൻ ഹതുവിന് നിനവുമൈ വെത്ത് ചേനൈ കാനിൻ തന്ത് പടി തോന്നും ദേ ചേനൈ കാനിൻ തന്ത് പടി തോന്നും ദേ. ഇസ്ലാമിന്റെ ശത്രുവായ ഇബ്ലീസ് അതാ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വേഷം മക്ക നിവാസിയും വീരപരാക്രമിയുമായ സുറാഖത്തിന്റെ കോലത്തിൽ. അതെ, ഖുറൈശി പടയുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അബൂജഹലിന്റെ സഹോദരനായ ഹാരിദിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, നീന്തി നടക്കുമോ അത് കണ്ടിനാമൈ പൗസും നിങ്ങൾ ഉദകത്തിനാണെന്തോരാമേ അണുവും നിലയില്ല മുഹമ്മദ് പിടിക്കാമേ കെണിയിൽ ചലിയാതെ പൊരുതണം ഉമയിലും പടയിൽ ചലിയൻ തൻ പൗസിനെ കലർത്തവരിടയിൽ നീരും ഖുറൈശെണ്ണം പെരുത്തോരാമേ നീരും ഖുറൈശെണ്ണം പെരുത്തോരാമേ. എന്നെ അറിയില്ലേ? ഞാനാണ് സുറാഖത്ത്. മക്കയിൽ നിന്നും വളരെ തത്രപ്പെട്ട് വരികയാണ് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം രണവീരന്മാരായ ഒരു കൂട്ടം യുവാക്കളുമുണ്ട്. ഈ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. കാരണം മുഹമ്മദും കൂട്ടരും എന്റെ ശത്രുക്കളാണ്. അവരെ നശിപ്പിക്കുവാൻ ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഹാരിസിന് മാത്രമല്ല, അത് കേട്ടവർക്കാകെ ആഹ്ലാദം. ഹാരിസ് പുതിയ സഹായിയെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പൂർവ്വപരി ഉന്മേഷവാനായി നിലകൊണ്ടു. തത്സമയം ഇപ്പുറത്ത് ടെന്റിനുള്ളിൽ നബി തിരുമേനിയുടെ സ്വരം ഉയരുകയായി, പ്രിയപ്പെട്ട അബൂബക്കർ, അതാ നോക്കൂ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞു. അതാ ജിബ്രീൽ അലൈഹിസലാം കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് വന്നു നിൽക്കുന്നു. അതെ, അള്ളാഹുവിന്റെ സഹായം എത്തിക്കഴിഞ്ഞു. തക്ക സമയത്ത് തന്നെ ജിബ്രീൽ അലൈഹിസലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകൾ ആകാശവീഥിയിലൂടെ അണിനിരന്നെത്തുന്ന അത്ഭുത ദൃശ്യം കാണായി. അപ്പുറത്ത് ഇബ്ലീസിന് മാത്രമേ അത് കാണുവാൻ കഴിഞ്ഞുള്ളൂ. ഉടൻ തന്നെ അവൻ നിപ്പിലിബിലീസ് ഉളരുവാൻ കൈകുടഞ്ഞു നീജൻ പിടി വിട്ടിട മുറുക്കിടൈ തുനിഞ്ഞ് നിപ്പിലിബിലീസ് ഉളരുവാൻ കൈകുടഞ്ഞു നീജൻ പിടി വിട്ടിട മുറുക്കിടൈ തുനിഞ്ഞ് അപ്പോഴൊരു കുത്ത് ജഹൽ നെഞ്ചിലെ പിണഞ്ഞ് അയ്യതിനാൽ വിട്ടലായിനോടിഴை കഴിഞ്ഞ് അപ്പോഴൊരു കുത്ത് ജഹൽ നെഞ്ചിലെ പിണഞ്ഞ് അയ്യതിനാൽ വിട്ടലായിനോടിഴை കഴിഞ്ഞ്
ഒരു നടുക്കത്തോടെ അത് കണ്ട ഇബ്ലീസ് പെട്ടെന്ന് കരം വലിച്ചുകൊണ്ട് പിന്നോക്കം പായുവാൻ ശ്രമിച്ചു. പക്ഷേ ഹാരിസ് വിട്ടില്ല. കടന്നു പിടിച്ച് അയാൾ ചോദിച്ചു, എവിടെ പോകുന്നു? ഇബ്ലീസ് പറഞ്ഞു, എന്നെ വിടൂ, എനിക്ക് പോകണം. എന്ത്? ഞങ്ങളെ സഹായിക്കുവാനായി ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ വന്നിട്ട് സമയമായപ്പോൾ കടന്നു കളയാൻ ശ്രമിക്കുന്നു? കഷ്ടം, നിങ്ങൾക്ക് എന്ത് പറ്റി? ഹാരിസ് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പല കാഴ്ചകൾ ഞാനിപ്പോൾ കാണുന്നുണ്ട്. എന്നെ വിടൂ, ഞാൻ പോകട്ടെ. ഇബ്ലീസ് ധൃതി കൂട്ടി. പറ്റില്ല, കാര്യം എന്ത് തന്നെ ആയാലും നിങ്ങളെ ഇപ്പോൾ വിടാൻ പറ്റില്ല. ഹാരിസ് പിടിമുറുക്കി. ഉടൻ തന്നെ ഇബ്ലീസ് സർവ്വശക്തിയും ഉപയോഗിച്ച് കൈ വലിച്ചെടുക്കുകയും ഹാരിസിന്റെ നെഞ്ചിൽ ശക്തിയായി ഒന്നിടിച്ച് മറിച്ചിട്ടുകൊണ്ട് അതിശീഘ്രം അവിടെ വിട്ടോടുകയും ചെയ്തു. ടെന്റിൽ നിന്നും പുറത്തിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം യുദ്ധരംഗത്തേക്ക് ചെന്നു. സഹാബികൾക്കിടയിലൂടെ നടന്ന അദ്ദേഹം പറയുവാൻ തുടങ്ങി, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ നാമത്തിൽ നാം സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഈ യുദ്ധത്തിൽ പ്രാണഭയ നിമിത്തം പിന്തിരിഞ്ഞോടാതെ ശത്രുവിനോട് ഏറ്റുമുട്ടുകയും സഹനശക്തിയോടെ യുദ്ധവൈഷമ്യങ്ങളെ നേരിടുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും തീർച്ചയായും നാളെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. അവിടെ ഭൂമിയിൽ കാണാത്ത സൗന്ദര്യങ്ങളുടെ മൂർത്തിഭാവങ്ങളായ സ്വർഗഹുറാനികളുമൊത്ത് സസുഖം ജീവിതം നയിക്കാവുന്നതുമാണ്. ഈ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് യശശരീരനായ മാപ്പിളക്കവി മൊയിൻകുട്ടി വൈദ്യർ സ്വർഗഹുറാനികളെ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. നബി തിരുമേനിയുടെ വചനങ്ങൾ സഹാബികളെ കൂടുതൽ ഉഷാറാക്കി. തങ്ങളുടെ ശരീരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അവർ യുദ്ധം തുടർന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളും മുസ്ലിം പക്ഷത്ത് ചേർന്ന് അടരാടുവാൻ സന്നദ്ധരായി. അവരോടായി അള്ളാഹു കൽപ്പിച്ചു, ശത്രുക്കളുടെ കഴുത്തുകളിലും അവയവങ്ങളിലും വെട്ടുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്ന് മധുരഫലങ്ങൾ ഭുജിക്കുവാൻ തുടങ്ങുകയായിരുന്നു ഒരു സഹാബി. അദ്ദേഹത്തിന്റെ പേര് ഉമൈർ റളിയല്ലാഹു അൻഹു. സ്വർഗത്തെക്കുറിച്ചും ഖുറാനികളെക്കുറിച്ചും കേട്ട ഉമർ റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു, ഈ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ സമയം പാഴാകുകയും എനിക്ക് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതി നഷ്ടമാകുകയും ചെയ്യും. തൽക്ഷണം തന്നെ അദ്ദേഹം പഴങ്ങൾ ദൂരെ എറിഞ്ഞിട്ട് അടർക്കളത്തിലേക്ക് കുതിച്ചു. ആട്ടിൻ പറ്റത്തിനിടയിലേക്ക് ചാടി വീണ സിംഹരാജനെ പോലെ അദ്ദേഹം ശത്രുക്കളെ ഒന്നൊന്നായി വകവരുത്തിക്കൊണ്ട് മുന്നേറിയെങ്കിലും ഒടുവിൽ ഷഹീദായി. അദ്ദേഹത്തിന്റെ യുദ്ധപാടവം അനന്യ സാധാരണമായിരുന്നു.
ധീരധീരം പോരാടിക്കൊണ്ടിരുന്ന മറ്റൊരു സഹാബിയായ ഉക്കാശത്ത് ഇബ്നു മുഫ്സി റളിയല്ലാഹു അൻഹുവിന്റെ ഖഡ്ഗം മുറിഞ്ഞു പോവുകയുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് നബി തിരുമേനിയുടെ മുൻപിലെത്തി ആ വാൾ കാണിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ തന്നെ പൊൻതിരുകരത്തിനാൽ കൊടുത്തതാരു ശാഖമിൽ പൊളികടൈந்த ബാളിലും വിശേഷയോഗ സൈഫുമായി ചിന്ത കൗതുകം പുകന്ത് പോര തിരുവോളമേ ചണ്ട ചണ്ട ചെയ്തവർ മുതമ്മിലാരയേകലാൽ പൊൻതിരുകരത്തിനാൽ കൊടുത്തതാരു ശാഖമിൽ പൊളികടൈந்த ബാളിലും വിശേഷയോഗ സൈഫുമായി. സമീപത്ത് കണ്ട ഒരു വിറക് കൊള്ളിയെടുത്ത് ഉക്കാശത്തിന്റെ നേർക്ക് നീട്ടി. മുറിഞ്ഞ വാൾ നിലത്തേക്കിട്ട സഹാബി ആദരപൂർവ്വം ആ വിറക് കൊള്ളി സ്വീകരിച്ചു. എന്തൊരു അത്ഭുതം! സഹാബിയുടെ കയ്യിലെത്തിയതും ആ വിറക് കൊള്ളി വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ ഒരു വാളായി തീർന്നു. ഈ വാൾ തന്റെ മരണം വരെ ഉക്കാശത്ത് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ചരിത്രം. യുദ്ധത്തിനിടയിൽ ഏറെ ധർമ്മസങ്കടത്തിൽപ്പെട്ട ഒരു സഹാബിയെ നമുക്ക് പരിചയപ്പെടാം. ദീനിനു വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ സന്നദ്ധനായ ധീരനായിരുന്നു അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ജറാഹ് കടുത്ത ദീനി വിരോധിയും ഖുറൈശി പടയിൽപ്പെട്ട ജറാഹ് സ്വന്തം കൈകൊണ്ട് മകനെ വധിക്കുവാൻ വെമ്പൽ കൊണ്ടു. ആക്രോശിച്ചപ്പോൾ മകനെ നേർക്ക് പാഞ്ഞെടുത്തു. പിതാവിനോട് ഏറ്റുമുട്ടുവാൻ അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വിമുഖനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. പക്ഷേ ജറാഹ് അടങ്ങിയില്ല. അയാൾ വീണ്ടും വീണ്ടും പുത്രന്റെ നേർക്ക് പാഞ്ഞടുക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ആ മകന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം പിതാവിനെ നേരിടുക തന്നെ ചെയ്തു. ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. അവസാനം മകന്റെ കരവാളിന് പിതാവ് ഇരയായിത്തീർന്നു. ഇതേക്കുറിച്ച് ഖുർആനിൽ ഇപ്രകാരം അറിയിക്കപ്പെട്ടു: അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും എതിർക്കുന്നവരുടെ ശരീരങ്ങൾ സത്യവിശ്വാസികൾ ഗണിക്കുന്നതായി നിങ്ങൾ കാണുകയില്ല. ശത്രുക്കൾ അവരുടെ മാതാപിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ മറ്റ് സിൽബന്ധികളോ ആരുമാകട്ടെ, സ്വന്തം ശരീരത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അടരാടിക്കൊണ്ടിരുന്ന ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ 2 ഖുറൈശി പടയാളികൾ പാഞ്ഞെടുത്തു. ഇബ്നുൽ മുഖൈറത്തും അബുൽ ഖുബൈദും. ഇരുവരും യുദ്ധവീരന്മാരായിരുന്നു, എന്നാൽ വലിയ അഹങ്കാരികളും. ഹംസത്തിനെ നേരിട്ട് അവർ വിളിച്ചു പറഞ്ഞു: ദീദിടെ മൊളിന്തവർ മുഹമ്മദ് നബിയാരെ സർവതി മതമുക്കെ ഉനതാലെ ദിപ്പനിൽ ചരദിച്ചോ എടുക്കും നാനദിനാലെ. സദീദിടെ മൊളിന്തവർ മുഹമ്മദ് നബിയാരെ സർവതി മതമുക്കെ ഉനതാലെ ദിപ്പനിൽ ചരദിച്ചോ എടുക്കും നാനദിനാലെ. അതിമതം ഇഹത്തുകൾ ജിഹത്തരം ഹരിഹംസ ക്ഷണമീടും ലരുബാലെ കുഫിർകൾക്കത് പറ്റിയവർ വിളും തിരന്താനേ. അതിമതം ഇഹത്തുകൾ ജിഹത്തരും മുറപ്പത് ഹരിഹംസ ക്ഷണമീടും ലരുബാലെ കുഫിർകൾക്കത് പറ്റിയവർ വിളും തിരന്താനേ. മുഹമ്മദിന്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണക്കാരൻ നീയാണ്. നിന്റെ പിൻബലത്തോടെയാണ് മുഹമ്മദ് ഈ വേണ്ടാധീനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് നിന്റെ കഥ തന്നെ ആദ്യം കഴിക്കട്ടെ. അവൻ കരവാൾ ഉയർത്തി. ഹംസത്ത് റളിയല്ലാഹു അൻഹു ഒട്ടും പതറിയില്ല. പകരമായി ശത്രുക്കളുടെ വങ്കത്വം പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹവും യുദ്ധസന്നദ്ധനായി. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം ഇരുവരോടും പൊരുതി. അധികം താമസിയാതെ തന്നെ ഇരുവരെയും നിലം പതിപ്പിക്കുവാൻ രണവീരനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. യുദ്ധരംഗത്തെ മറ്റൊരു ദൃശ്യം. മആരിബിന് അംർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നതിനിടയിൽ അബൂജഹലിനെ കാണുവാനിടയായി. അബൂജഹലിനോട് ഏറ്റുമുട്ടുവാനുള്ള തീഷ്ണമായ ദാഹത്തിലായിരുന്നു മആദ്. അദ്ദേഹം ആ ഭാഗത്തേക്ക് നീങ്ങി. എന്നാൽ ജഹലിന് ചുറ്റും ഖുറൈശി പടയാളികൾ നിലയുറപ്പിച്ചിരുന്നു. നേതാവിന്റെ സംരക്ഷണമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് മആദിന് അവസരം പാർത്ത് അല്പനേരം കഴിയേണ്ടതായി വന്നു. തക്കം കിട്ടിയപ്പോൾ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. അബൂജഹലിനെ ലക്ഷ്യമാക്കി ആഞ്ഞു വെട്ടുകയും ചെയ്തു. അബൂജഹലിന്റെ കണങ്കാലിനാണ് വെട്ടേറ്റത്. ഈ രംഗം വീക്ഷിച്ചുകൊണ്ട് നിന്ന ജഹലിന്റെ പുത്രൻ ഇക്രിമത്ത് ഉടൻ മആദിന്റെ നേരെ പാഞ്ഞെടുത്തു. ഇരുവരും ഏറ്റുമുട്ടി. ഇത്തവണ മആദിനായിരുന്നു വെട്ടേറ്റത്. അദ്ദേഹത്തിന്റെ കഴുത്ത്
ഒരു ഭാഗം ഛേദിക്കപ്പെട്ട് മറുഭാഗത്തേക്ക് ചരിഞ്ഞു പോയ ശിരസ് താങ്ങി യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് മആദ് വേദന സഹിക്കവയ്യാതെ നബി തിരുമേനിയുടെ മുൻപിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മആദിനെ പിടിച്ചിരുത്തി സ്വന്തം തുപ്പൽ പുരട്ടിയ കരം കൊണ്ട് അദ്ദേഹം മെല്ലെ തടയുകയും മആദിന്റെ കഴുത്തിലെ മുറിവ് നിശ്ശേഷം മാഞ്ഞു പോവുകയും ചെയ്തു. മുമ്പ് നാം കണ്ട ത്യാഗിവര്യനായ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ അതിവീറോടെ പൊരുതിയ സഹാബിയായിരുന്നു. അടിമച്ചങ്ങലയിൽ കിടന്ന് നരകിച്ച അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിട്ട വേളയിൽ അടങ്ങാത്ത പകയും വിദ്വേഷവും പ്രകടിപ്പിച്ചുകൊണ്ട് സഡ കുടഞ്ഞെഴുന്നേറ്റ മൃഗരാജനെ പോലെ മുന്നേറുകയായിരുന്നു. ഇതാ ഒരു രംഗം. ഉടനെ ബിലാലിന്റെ മുഹജിറാം അവർ കുറശിക്കൊടിയൊരു കലഹമാം ഉളരിയവരിൽ പന്തണവതായിട ഇവനിൽ മുലൈസേ കഠിനമാൽ തടമിൽ പൊടിയോടെ ലറുബ് മാമഹ തൊയിലും ദിനകളും വനകമാം തരമാൽ ഒരു ലറുഭവനിലെ പറ്റി തറയിൽ വീഴുന്നവൻ ചകമതായി. ഖുറൈശ് പടയിൽ അതിധീരനായിരുന്ന ഇബ്നുൽ മുലൈസ് ഒരു വ്യാഘ്രത്തെ പോലെ ബിലാലിന്റെ മുൻപിലേക്ക് ചാടി വീണു. രണവീരനായ അയാൾക്ക് ബിലാലിനെ തോൽപ്പിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്ന വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബിലാൽ അയാളുടെ പ്രതീക്ഷയാകെ തകർത്തുകൊണ്ട് അനന്യസാധാരണമായ രണപാഠവം കാഴ്ചവെക്കുകയായിരുന്നു. ഒന്നിനൊന്ന് മികച്ച ശക്തന്മാരായ ഇവരുടെ പോരാട്ടം ആ രണഭൂമിയെ ഒന്നിളക്കുക തന്നെ ചെയ്തു. പൊടിപടലം ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഇബ്നു മുലൈസിനെ വധിച്ചുകൊണ്ട് ബിലാൽ അജയ്യനായി നിലകൊണ്ടു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭം. നബി തിരുമേനി ടെന്റ് വിട്ട് പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ നോട്ടം യുദ്ധക്കളത്തിൽ പരതി നടന്നു. സഹാബാക്കൾ ധീരെ ധീരെ പോരാടുകയാണ്. എങ്കിലും അവർ ക്ഷീണിതരായിരിക്കുന്നു. നബി തിരുമേനി പെട്ടെന്ന് കുനിഞ്ഞ് ഒരു പിടി മണ്ണ് വാരിയെടുത്തു. അനന്തരം അദ്ദേഹം ഷാഹത്തിൽ ലുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ആ മണ്ണ് വാരിയെറിയുകയായി. അവരുടെ മുഖങ്ങൾ കറുത്തു പോകട്ടെ. തത്സമയം ആകാശത്തു നിന്നും ഒരു വലിയ ശബ്ദമുയർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാരിയെറിഞ്ഞ മണ്ണ്
ഖുറൈശ് പടയുടെ മുഴുവൻ കണ്ണുകളിലും എത്തിക്കുവാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. അവർ കണ്ണുകൾ പൂട്ടുകയും മണ്ണ് കളയുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ അവസരം പാഴാക്കാതെ സഹാബികൾ വിജയകരമായി മുന്നേറി. ഖുറൈശികളിൽ പലരെയും വധിക്കുവാനും പലരെ തടവുകാരാക്കുവാനും നിഷ്പ്രയാസം കഴിഞ്ഞു. തൽസംബന്ധമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഏറുകൊണ്ട് അള്ളാഹു വലിയ ഫലം ചെയ്തു. ഇനി നമുക്ക് ഖുറൈശ് പടയുടെ നേതാവും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവുമായിരുന്ന അബൂജഹലിന്റെ അന്തിമ രംഗത്തേക്ക് കടക്കാം. അതാ ഖഡ്ഗധാരികളായ 2 യുവാക്കൾ രണഭൂവിലൂടെ നടക്കുകയാണത്. മൃതപ്രായരും മരണമടഞ്ഞവരുമായ മനുഷ്യർ അങ്ങിങ്ങി കിടപ്പുണ്ട്. നമ്മുടെ യുവാക്കൾ അവരെയൊക്കെ ശ്രദ്ധിച്ചു. എന്നാൽ യുവാക്കളുടെ നോട്ടം അവിടെ എങ്ങും പരതിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ഒരു സഹാബി പെടുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സഹാബി. യുവാക്കൾ ധൃതിയിൽ നടന്നു സഹാബിയുടെ ഇരുഭാഗങ്ങളിലുമായി കൂടി. മൂവരും മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് വലതുഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന യുവാവ് പതിഞ്ഞ സ്വരത്തിൽ സഹാബിയോട് അന്വേഷിച്ചു, ഹിഷാമിന്റെ മകൻ അബൂജഹലിനെ അറിയുമോ? സഹാബി ചോദ്യകർത്താവിനെ ശ്രദ്ധിച്ചു. ഒരു പരിചയവുമില്ലാത്ത മുഖം. എങ്കിലും അദ്ദേഹം പറഞ്ഞു, അറിയും. അപ്പോൾ ഇടതുഭാഗത്തുള്ളയാളും വളരെ രഹസ്യമായി അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അയാൾക്ക് സഹാബി മറുപടി നൽകി. ഒട്ടും താമസിയാതെ ഇരുവരുടെയും ഒപ്പം കേൾക്കുകയായി, ഞങ്ങൾ അവനെ തേടി നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവനേറെ ഉപദ്രവിച്ചതായി ഞങ്ങൾ അറിഞ്ഞു. അവനെ കണ്ടാൽ അന്ത്യം വരെ പൊരുതുവാൻ പുറപ്പെട്ടതാണ് ഞങ്ങൾ. സഹാബി ഇരുവരെയും മാറി മാറി നോക്കി. അവരുടെ മുഖങ്ങളിൽ ആവേശം മലതല്ലുന്നു. കണ്ണുകൾ കത്തിജ്വലിക്കുന്നു. ആരാണിവർ? സഹാബി സ്വയം ചോദിച്ചുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അബൂജഹലിന്റെ രൂപം പതിഞ്ഞത്. അല്പം അകലെയായി ഖുറൈശി കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്നു അബൂജഹൽ. സഹാബി യുവാക്കളെ നോക്കി. അതാ അതാ നിങ്ങൾ അന്വേഷിക്കുന്നയാൾ. ആൾക്കൂട്ടത്തിന് മധ്യം നിൽക്കുന്നയാളാണ് അബൂജഹൽ. അത് കേട്ടപാടെ 2 യുവാക്കളും അവിടേക്ക് പാഞ്ഞു. ആദ്യം എത്തേണ്ടത് താനായിരിക്കണമെന്ന വാശിയോടെയാണ് അവർ ഓടിക്കൊണ്ടിരുന്നത്. അവരുടെ ആഗമനം ശ്രദ്ധിക്കുവാനോ ആക്രമണം തടയുവാനോ ഖുറൈശികൾക്ക് കഴിയാതെ പോയി. അതിനകം തന്നെ ആ യുവാക്കൾ അബൂജഹലിനെ വെട്ടി നിലപ്പതിപ്പിച്ചുകൊണ്ട് അതിശീഘ്രം മടങ്ങുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് മഹാനായ മൊയിൻകുട്ടി വൈദ്യർ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചുറ്റി ജഹലുടെ മോട്ടും ചുറിയിനാലടി നീട്ടും പെറ്റ പുലി പോൽ ചാട്ടും പെരിയ കളവും കൂട്ടും കൂട്ടുമിടയിൽ റുംഹിനാലെ കുത്തു നിനയാ പുറമിനാലെ കൂട് ജഹലിൻ സദർ തന്നീലെ കൊണ്ട് വീണ ബുജാകിൽ കുത്തിയതു മീകായിൽ കൊണ്ട് വീണ ബുജാകിൽ കുത്തിയത് മീകായിൽ. മആദ് ഇബ്നു ഖലഫ് റളിയല്ലാഹു അൻഹുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണത്രേ മീകായിൽ അലൈഹിസ്സലാം ഇടയിൽ കടന്ന് ഒറ്റ കുത്തിനെ ജഹലിനെ നിലപ്പതിപ്പിച്ചത്. അതേക്കുറിച്ച് വൈദ്യർ ധാരാളം വിവരിച്ചിട്ടുണ്ടെങ്കിലും സമയക്കുറവ് നിമിത്തം അതിലേക്ക് കടക്കുവാൻ നിവൃത്തിയില്ലെന്ന കാര്യം പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനകം ശത്രുക്കൾ ഭൂരിഭാഗവും ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽ ചിലരെ വിളിച്ച് യുദ്ധക്കളത്തിൽ ചെന്ന് അബൂജഹലിനെ തിരയുവാൻ കൽപ്പിച്ചു. സഹാബികൾ അബൂജഹലിനെ തേടിയിറങ്ങി. അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് അബൂജഹലിനെ കണ്ടെത്തിയത്. അബൂജഹൽ അപ്പോൾ അവശ നിലയിൽ കിടക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ സഹാബിയുടെ രോഷാഗ്നി ആളിക്കത്തി. ജഹലിന്റെ കഴുത്ത് ചവിട്ടിക്കൊണ്ട് സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ ശത്രുവേ, നിന്റെ ഔദത്യമൊക്കെ എവിടെ പോയി? അള്ളാഹു പെട്ടെന്നാണ് നിന്നെ വെറും നിസാരനാക്കി കളഞ്ഞത്. അബൂജഹൽ അതിനും മറുപടി പറഞ്ഞില്ല. പകരം അയാൾ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, യുദ്ധത്തിൽ ആർക്കാണ് ഇപ്പോൾ ജയം? നിനക്കിപ്പോഴും സംശയമോ? അള്ളാഹുവിനും അവന്റെ റസൂലിനും തന്നെ ജയം. സഹാബി പറഞ്ഞു, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളിൽ ആദ്യം കാണാത്ത ചില പ്രത്യേക കൂട്ടരെ പിന്നീട് കണ്ടുവല്ലോ, ആരാണവർ? അബൂജഹൽ ചോദിച്ചു. അവർ മലക്കുകളാണ്. സഹാബി വ്യക്തമാക്കി. അത് ശരി. ഒന്ന് ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അബൂജഹൽ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. അതിലടങ്ങിയിരിക്കുന്ന പരിഹാസം സഹാബിയെ ചുടിപ്പിച്ചു. അദ്ദേഹം ജഹലിന്റെ നെഞ്ചിൽ കയറിയിരുന്നു. അല്ലല്ലൂടൽ കണഞ്ഞ് പല്ലും തോലി തൊലിഞ്ഞ് ആയം കണ്ണുകൾ നട്ട് ബായും ചീരികൾ ചുട്ട് എല്ലും ഊറ് പൊടിഞ്ഞ് മല്ലും വീണ മുടിഞ്ഞ് എളുന്ത് ചാടി
എടാ ഇടയെ ചെറുക്ക, നീ ഇപ്പോൾ വളരെ ഉയർന്ന ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. അബൂജഹൽ വീണ്ടും പരിഹസിച്ചു. സുഹൃത്തുക്കളെ, ഖുറൈശി പടയുടെ നട്ടല്ലായ അബൂജഹൽ, വീരശൂര പരാക്രമിയായ ജഹൽ അങ്ങനെ അവശനായി കിടക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ചുണക്കുട്ടിയായ സഹാബി ആ ഭയങ്കരന്റെ വിരിമാറിലിരിക്കുന്നു. അദ്ദേഹം കുറച്ചു നേരത്തേക്ക് അവിടെ ഇരിക്കട്ടെ. ഇതിനിടയിൽ അവർ അന്യോന്യം വീരവാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. അവരത് തുടരട്ടെ. നമുക്കിപ്പോൾ ഒരൽപ്പം പിന്നോട്ട് പോകാം. ഇസ്ലാമിന്റെ ഏറ്റവും ശക്തനായ ശത്രുവായിരുന്നു അബൂജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം മത പ്രബോധനം തുടർന്നുകൊണ്ടിരുന്ന സന്ദർഭം അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളും സജ്ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരുന്നു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിരുന്നു അത്. തങ്ങളെ തൃണവൽ ഗണിച്ചുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തെന്നില്ലാത്ത ദുഃഖവും കടുത്ത പകയും ഉണ്ടാക്കി. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ തന്നെ മുഹമ്മദ് മക്ക പിടിച്ചടക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഏതായാലും ഇവിടെ വെച്ച് എല്ലാം തടഞ്ഞേ പറ്റൂ. ഖുറൈശികൾ അബൂ താലിബിനെ കണ്ട് പരാതിപ്പെടുവാൻ തീരുമാനിച്ചു. തൽസംബന്ധമായി ആലപ്പുഴയിലെ മാപ്പിളക്കവി എം എ റസാഖ് ഇപ്രകാരം പാടിയിരിക്കുന്നു. കൊണ്ടേറ്റം കൊടിയവൻ അബുൽ ഹക്കം ഒലീദുമയ്യ, ഖുറൈശികൾ കതിപന നിലകൊള്ളും അബൂ സുഫിയാൻ. കൊണ്ടേറ്റം കൊടിയവൻ അബുൽ ഹക്കം ഒലീദുമയ്യ, ഖുറൈശികൾ കതിപന നിലകൊള്ളും അബൂ സുഫിയാൻ. അബൂ സുഫിയാനും മറ്റനവരും ഷൈബ, അബുലഹബ് അവനുടെ മൈന്ദരും മുത്തുബ, അബൂ താലിബിടമത്തിയവരൊരു കുത്തുബ. കുത്തുബ ചെയ്തിട പതിക്കധിപതി ഉമൈദാൻ മക്ക, ഖുറൈശികൾ കതിപനും വിലമതി ചിടാതു മക്ക. മക്ക ജനപ്രമാണികളൊത്ത് ഒക്കെയും ചെന്നബു താലിബിലൊത്ത്, ബക്കമെ ഉമൈസുദാൻ തന്നെ വരുത്തി കേളമകളയിലഹിനെ തവരുന്നേ. ബഹുമാനിച്ചിട പല കുബുകൾ വിരുത്തിടുന്നേ. വിരുത്തുന്നി പരിഹാസം പലതെല്ലാം സദമാ, കരുത്തില കാര്യങ്ങളണ്ടൂരെ പലവിധമാ. വരുത്തപ്പെട്ടുളം പൊട്ടിക്കരിയുന്നു പുതുമാ, പുതുലാത്താവനും സഹുബുകളെ പരിഹസിച്ച്. പുരവാലൻ അബൂ താലിബിലെ ഖുറൈശികൾ രക്ഷിച്ച്. ദേശീയമാൾ പ്രഭുക്കൾ തിരണ്ടേ, സാക്ഷീകരിച്ച അബൂ താലിബും പെണ്ടേ. മാക്ഷിമതങ്കിയ നായകരണ്ടേ, അണ്ടം വാളരുമയിൽ അളത്തിടെ നബിയുന്നാനേ. ഐനൈനിൽ കുളിർമണി സുതനകൾ എന്നെ ചൊല്ലാനേ. അബൂജഹൽ ഉൾപ്പെട്ട ഖുറൈശി പ്രധാനികൾ അബൂ താലിബിനെ സമീപിച്ച് പരാതിപ്പെടുവാൻ തുടങ്ങി. നിങ്ങളുടെ സഹോദരപുത്രനായ മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ തള്ളിപ്പറയുന്നു, അവരെ ആരാധിക്കരുതെന്ന് ജനങ്ങളോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മോശമായ ഒരു നടപടിയാണിത്. അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ താങ്കൾ തയ്യാറാകണം. ഖുറൈശികളുടെ നേതാവായ താങ്കൾ അതിന് ബാധ്യസ്ഥനുമാണല്ലോ. അല്ലാത്ത പക്ഷം ഭവിഷ്യത്തുകൾ പലതും ഉണ്ടായെന്ന് വരും. അബൂ താലിബ് വിഷമത്തിലായി. തന്റെ സഹോദരപുത്രനെ ഉപദേശിക്കണമോ അതോ അറിവ് കെട്ടുഴലുന്ന ഈ കൂട്ടരെ ഉപദേശിക്കണമോ? അദ്ദേഹം മിണ്ടാതിരുന്നു. അപ്പോൾ അബൂജഹലും മറ്റും മുഹമ്മദിനെ വധിക്കുമെന്നും അബൂ താലിബിനെ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. അതോടെ ആകെ പരിഭ്രാന്തനായി തീർന്ന അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പറയുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട മകനെ, നിന്റെ മതപ്രബോധനം ഖുറൈശികളെ ഒന്നടങ്കം രോഷാകുലരാക്കിയിരിക്കുകയാണ്. ഇനിയും നീ ഇത് തുടർന്നാൽ പല ഭവിഷ്യത്തുകൾക്കും കാരണമായി തീരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിനാൽ നീ എന്നെ വിഷമിപ്പിക്കാതെ നോക്കണം. എന്റെയും നിന്റെയും ജീവൻ രക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അബൂ താലിബിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എനിക്കിതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യമല്ല. അള്ളാഹു ഈ പ്രസ്ഥാനം മഹത്തരമാക്കി വിജയിപ്പിച്ച് തരുന്നതുവരെ, അല്ലെങ്കിൽ എന്റെ ജീവിത അന്ത്യം വരെ ഞാൻ ഇത് തുടരുക തന്നെ ചെയ്യും. ലോകത്തൊരു ശക്തിക്കും എന്നെ ഇതിൽ നിന്നും വ്യതിയേൽപ്പിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അത് കണ്ട് സഹിക്കുവാൻ കെൽപ്പില്ലാതെ അബൂ താലിബ് നിരുദ്ധകണ്ഠനായി പറഞ്ഞു, നീ നിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചുകൊള്ളൂ, ആരോടും പ്രബോധനം നടത്തിക്കൊള്ളൂ. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ജീവൻ ഉള്ളിടത്തോളം ഞാൻ അതിനെ അനുവദിക്കുകയില്ല.
അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ പരസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഖുറൈശികൾ നിരാശരായി തീർന്നു. അബൂ ത്വാലിബിനെ പിടിച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇസ്ലാമിൽ ചേരുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കുമെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അവർ ഖുറൈശികൾക്കിടയിലും മറ്റു വംശജർക്കിടയിലും പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടു. ഈ മുഹമ്മദ് ഒന്നാം തരം ഒരു മാന്ത്രികനാണ്. തന്റെ മാന്ത്രിക ശക്തി കൊണ്ടാണ് അയാൾ ജനങ്ങളെ വശത്താക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദിനെയും കൂട്ടരെയും സമൂഹത്തിൽ നിന്നും എല്ലാ വിധത്തിലും അകറ്റി നിർത്തേണ്ടത് ഒരത്യാവശ്യമായി തീർന്നിരിക്കുന്നു. പണ്ടു പണ്ടേ നമ്മൾ ആരാധിക്കുന്ന ഹുബുലുകളെ പഴിച്ചിടുന്ന പാതകനായ മുഹമ്മദും കൂട്ടരോടാരും മടുക്കല്ലേ, ആരും മടുക്കല്ലേ. പണ്ടു പണ്ടേ നമ്മൾ ആരാധിക്കുന്ന ഹുബുലുകളെ പഴിച്ചിടുന്ന പാതകനായ മുഹമ്മദും കൂട്ടരോടാരും മടുക്കല്ലേ, ആരും മടുക്കല്ലേ. കുണ്ഠിതമേറും ബനൂ ഹാഷിം ഗോത്രത്തിൽ മംഗലം ചെയ്യേണ്ട ആരുമേ, കൂടി മുഹബത്ത് വെക്കേണ്ട ആരാരും പേച്ചും വാർത്ത വേണ്ട, പേച്ചും വാർത്ത വേണ്ട. കുണ്ഠിതമേറും ബനൂ ഹാഷിം ഗോത്രത്തിൽ മംഗലം ചെയ്യേണ്ട ആരുമേ, കൂടി മുഹബത്ത് വെക്കേണ്ട ആരാരും പേച്ചും വാർത്ത വേണ്ട, പേച്ചും വാർത്ത വേണ്ട. തലമുറകളായി നാം ആരാധിക്കുന്ന ദൈവങ്ങളെ തള്ളിപ്പറയുന്ന മുഹമ്മദിനോടും കൂട്ടരോടും യാതൊരുവിധ സാമീപ്യവും പാടില്ലെന്ന് മാത്രമല്ല, ബനൂ ഹാഷിം ഗോത്രക്കാരുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കുകയും ചെയ്യണം. അവർ ജനങ്ങളോട് ഉപദേശിച്ചുകൊണ്ടിരുന്നു. മാന്യ ശ്രോതാക്കളെ, ഇത്തരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അനുദിനം ദ്രോഹിച്ചുകൊണ്ടിരുന്ന നടുനായകനായി വിരസിയിരുന്ന അബൂജഹൽ അതാ എല്ലാം നശിച്ചവനായി പോർക്കളത്തിൽ ഒരിടത്ത് മലർന്നു കിടക്കുകയാണ്. ആ ഭയങ്കരന്റെ വിരിമാറിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. അവരുടെ വീരവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവയുടെ വിശദീകരണത്തിന് ഈ കഥയിലെ ഏറ്റവും ജീവസുറ്റ ഭാഗങ്ങൾ അവതരിപ്പിക്കുവാനോ ഈ സമയം അനുവദിക്കാത്തതിൽ ഖേദമുണ്ട്. അബൂജഹലിന്റെ അന്ത്യം, ബദർ യുദ്ധത്തിന്റെ പര്യവസാനം, മരിച്ചു വീണ ശത്രുക്കളുടെ ശവങ്ങൾ മുസ്ലിം സൈന്യങ്ങൾ കൈകാര്യം ചെയ്ത രീതി, പിടിക്കപ്പെട്ട ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായ പെരുമാറ്റം, യുദ്ധാനന്തരം മക്ക മദീന നഗരങ്ങളിലെ നിവാസികൾക്കുണ്ടായ പ്രതികരണങ്ങൾ തുടങ്ങിയ സംഭവബഹുലവും നിഷന്യവുമായ ശേഷം ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ അടുത്ത കാസറ്റിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു. മക്ക നഗരത്തെ മുഴുവൻ കിടിലം കൊള്ളിച്ചിരുന്ന മഹാവീരനായിരുന്ന അബൂജഹലിന്റെ ശിരസ് ഛേദിക്കുവാനുള്ള ഇബ്നു മസ്ഊദിന്റെ ശ്രമം പരാജയപ്പെടുന്നു. അപ്പോൾ തന്റെ വില കൂടിയ വാൾ മസ്ഊദിനെ ഏൽപ്പിക്കുകയാണ് ജഹൽ. സ്വർണവർണ്ണമാർന്ന വൈരക്കല്ലുകൾ പതിച്ച വെട്ടിത്തിളങ്ങുന്ന ആ ഖഡ്ഗം കയ്യിലേന്തിക്കൊണ്ട് സഹാബി വര്യൻ മെല്ലെ എഴുന്നേൽക്കുന്നു. അത്യന്തം ഉത്കണ്ഠ നിറഞ്ഞ അനന്തര സംഭവങ്ങൾ അടുത്ത കാസറ്റിൽ പ്രതീക്ഷിക്കുക. അസ്സലാമു അലൈക്കും. അരിമ കലൈ കുത്തുബനു ദിനം ഖുർആനിൽ അളകു ചല